കടകളിലേക്ക് കൂടുതൽ ഇടങ്ങളിലേക്കും തീ വ്യാപിക്കുന്നു എന്നത് നമ്മുടെ മുന്നിൽ ആശങ്കയായി നിൽക്കുന്നു. ഫയർഫോഴ്സ് യൂണിറ്റ് നിരന്തരമായി നടത്തുന്ന ശ്രമങ്ങൾക്കൊടുവിലും ഏതാണ്ട് 3 മണിക്കൂറിനോട് അടുക്കുമ്പോഴും തീ അണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോഴിക്കോട്ട് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. രാഹുൽ സുരേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഇതിപ്പോൾ ഒരുപക്ഷെ ഈ സിലിണ്ടറുകൾക്ക് തീ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സംശയമായി നിൽക്കുന്നത്. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അധികൃതർ ആരെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സ്ഥിരീകരണം നൽകുന്നുണ്ടോ? നിലവിൽ തീ അണയ്ക്കുന്നതിന്, പൂർണ്ണമായി അണയ്ക്കുന്നതിന് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഗോപി, ആദ്യ ഭാഗത്ത് തീയണച്ച് അപ്പുറത്തേക്ക് പോയതാണ്. പക്ഷേ ആദ്യ ഭാഗങ്ങളിൽ തീയണച്ചപ്പോൾ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ വീണ്ടും തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് കണ്ടതാണ്. AC പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം വരെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ആ AC പൊട്ടിത്തെറിച്ചതോടെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ തീ ഉണ്ടായിരിക്കുന്നത്. അതിനർത്ഥം അതിനകത്ത് AC പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം, കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ അതിനകത്തുണ്ടോ എന്ന സംശയമാണ്. അങ്ങനെ വിവിധ സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇതിലൊന്നും പ്രതികരിക്കാൻ ബന്ധപ്പെട്ട ആരും തയ്യാറാകുന്നില്ല. അവരെല്ലാം പറയുന്നത് തീ അണയ്ക്കാനാണ്, തീ നിയന്ത്രണ വിധേയമാക്കാനാണ് സർവ്വശ്രമവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ പിന്നീട് പ്രതികരിക്കാം എന്നതാണ് ഇപ്പോഴും അവർ പറയുന്നത്. ഇതിലിപ്പോൾ ഈ AC പൊട്ടിത്തെറിച്ചതോടെ അതിൻ്റെ ഫ്യൂവൽ ഒഴുകി അവിടെ ആ ഭാഗങ്ങളിലും തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ താഴത്തെ കെട്ടിടത്തിലേക്കും തീ പടരാനുള്ള സാധ്യതയുണ്ട്. ആ മുകളിലെ കെട്ടിടത്തിൽ നിന്നും തീ താഴത്തെ കെട്ടിടത്തിലേക്ക് പടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഭാഗങ്ങളിലേക്ക് ഒന്നും തന്നെ ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്യുന്നില്ല എന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഇവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഏറ്റവും ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ എന്ത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായി തന്നെ കാണാം. വലിയ തീ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ആദ്യ സമയത്ത് തീ അണച്ച ഭാഗത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു ഫ്ലെക്സ് ബോർഡിന്, അതായത് ഇവിടെ വെച്ചിരുന്ന വലിയൊരു ഫ്ലെക്സ് ബോർഡിന് തീ പിടിച്ചിരിക്കുന്നു. അതൊരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് കൂടിയാണ്. അതിലേക്ക് തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരു ഹൈമാക്സ് ലൈറ്റ് ഉണ്ട്. അങ്ങനെ കൂടുതൽ പ്രശ്നമാകുന്നു, കൂടുതൽ സങ്കീർണമാകുന്നു കാര്യങ്ങൾ എന്നതാണ് ഇവിടെ നിന്നും പറയാനുള്ളത്. താഴെയുള്ള ആളുകളെ പൂർണ്ണമായും തന്നെ അണച്ചിട്ടുണ്ട്. ഈ തീപിടുത്തം ഉണ്ടാകുമ്പോഴും തീ ആളി പടരുമ്പോഴും തീ അണയ്ക്കാൻ സംവിധാനം ഇല്ല. ആദ്യം എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെള്ളം തീർന്നതോടെ തിരികെ പോയി. ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അണയ്ക്കാനായി ഒരു തുള്ളി വെള്ളം പോലും പമ്പ് ചെയ്യാനാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും തീ അണയ്ക്കാനുള്ള കൂടുതൽ ഫയർ യൂണിറ്റുകൾ മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നു. കരിപ്പൂരിൽ നിന്നും എത്തിയ ആധുനിക സംവിധാനങ്ങളുമുള്ള ഫയർ യൂണിറ്റുകൾ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് എന്തോ സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോഴും നിർത്തിവെച്ചിരിക്കുകയാണ്. ആദ്യം തീപിടുത്തം ഉണ്ടായ സാഹചര്യമേ അല്ല ഇപ്പോൾ. ആദ്യം ചെറിയ തീപിടുത്തമായിരുന്നു, അത് കാര്യമായി തന്നെ അണയ്ക്കാൻ സാധിച്ചു. പക്ഷേ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഉണ്ടായ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. വലിയ തീയും വലിയ പുകയും, അതായത് കറുത്ത നിറത്തിലുള്ള വലിയ പുകയും ഈ സംഭവ സ്ഥലത്ത് നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുകളിലെ തീ, അത് ഈ പ്ലാസ്റ്റിക്കുകൾക്കൊക്കെ തീ പിടിച്ചതോടെ അത് ഉരുകി താഴേക്ക് ഇറങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ തീ പിടിച്ച് താഴേക്ക് ചാടി വീഴുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കെട്ടിടത്തിൻ്റെ അകത്തു നിന്നും തീ പടർന്നില്ലെങ്കിൽ കൂടി ഈ ഫ്ലെക്സ് ബോർഡുകൾക്ക് തീപിടുത്തം ഉണ്ടായി താഴേക്ക് വീഴുമ്പോൾ അതിൽ നിന്നും ആ കെട്ടിടങ്ങളിലേക്ക് തീ പടരാനുള്ള സാഹചര്യമുണ്ട്. തൊട്ട് താഴെയുള്ളത് ഒരു മെഡിക്കൽ ഷോപ്പാണ്. അതിൻ്റെ അകത്ത് കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടെ ഉണ്ടാകും. അവിടേക്ക് തീപിടുത്തം ഉണ്ടായാൽ ഇപ്പോഴും ഉണ്ടാകുന്നതൊന്നും ആയിരിക്കില്ല സാഹചര്യം. വലിയ പ്രശ്നങ്ങളിലേക്ക്, സങ്കീർണമായ കാര്യങ്ങളിലേക്ക് ആ സാഹചര്യം നീങ്ങുമെന്നതാണ് ഇപ്പോൾ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയായി നിലനിൽക്കുന്നത്, ഇതിൻ്റെ സമീപത്ത് ഒരു 5 നില കെട്ടിടം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവിടേക്ക് തീ പടർന്നോ എന്ന സംശയത്തിൽ അവിടേക്കും വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവിടെ തീപിടുത്തം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സുരക്ഷ മുൻനിർത്തി അവിടേക്കും വെള്ളം പമ്പ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സമീപത്തുള്ള 5 നില കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായ കെട്ടിടത്തിൻ്റെ പടി പോലും കടക്കാൻ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ആ ഫ്ലക്സ് ബോർഡിലെ തീ അത് ഏതാണ്ട് അണയ്ക്കാൻ ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ആശ്വാസമാകും. കാരണം താഴേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്.